കേരളത്തിൻ്റെ ചരിത്രം എന്നത് സവിശേഷ രീതിയിലുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ പ്രതീകം കൂടിയായിരുന്നു എന്ന് പറയുകയുണ്ടായല്ലോ. കേരളം എന്ന ദേശത്തിൻ്റെ ചരിത്രകാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വിവേചനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനാവും. ഏത് മേഖല എടുത്താൽ പോലും ചരിത്രത്തിൽ ഈ ഒരു വിവേചന സിദ്ധാന്തം പ്രകടമാണ്. കേരളം എന്ന ദേശത്തിൽ ഒട്ടനവധി നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആധുനിക ലോകത്ത് നിന്ന് ഒരു മനുഷ്യൻ ആ കാലത്തെപ്പറ്റി നോക്കിക്കാണുമ്പോൾ ആ ദേശത്തെ ഏറ്റവും ശക്തനും എല്ലാ സുഖസൗകര്യങ്ങളോടെയും ജീവിച്ചിരുന്ന വ്യക്തിയായിട്ടാണല്ലോ നമ്മൾ ആ രാജാക്കന്മാരെ മനസ്സിലാക്കുക. എന്നാൽ കേരളത്തിൻ്റെ ചരിത്ര വഴികളെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഈ രാജാക്കന്മാർ തമ്മിൽ പോലും വലുപ്പച്ചെറുപ്പം എന്നതുപോലെ തന്നെ ജാതീയമായ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ സുഖസൗകര്യങ്ങളിൽ വീമ്പ് കാണിക്കാനാവാത്ത തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതായത് രാജാക്കന്മാർക്കിടയിൽ പോലും ഇത്തരമൊരു അവസ്ഥ നിലനിന്നിരുന്നെങ്കിൽ ബാക്കി മേഖലകളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ രൂക്ഷമായ, പരിതാപകരമായ, ക്രൂരമായ വിവേചനങ്ങൾ ബാക്കി മേഖലകളിൽ നമുക്ക് കണ്ടെത്താനാവും. ഇത്തരത്തിലുള്ള വിവേചന വ്യവസ്ഥിതികൾ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ മറ്റ് മേഖലകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഒരു അല്പവികസിതാവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കാണാനാവും. കേരളത്തിൻ്റെ പല നൂറ്റാണ്ടുകാലത്തെ ചരിത്രമെടുത്തു നോക്കിയാൽ പോലും ഒരു വലിയ സാമ്രാജ്യമോ വലിയൊരു രാജസ്ഥാനമോ ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താനാവില്ല എന്നതൊരു ചരിത്ര വസ്തുതയാണ്. തൊഴിൽ മേഖലകളിൽ പോലും എന്തിനേറെ മനുഷ്യർ പരസ്പരം കാണുന്നതിനും തൊടുന്നതിനും നേരിട്ട് ഇടപഴകുന്നതിനുമൊക്കെ നിഷിദ്ധമായി കണ്ട് വ്യവസ്ഥിതികൾ നിലനിന്നിരുന്ന ഒരു ദേശത്ത് ഒരു നാഗരികത എങ്ങനെ വളർത്തിയെടുക്കും എന്നത് ഒരു വലിയ ചോദ്യമാണല്ലോ. എല്ലാ മേഖലയിലും ഉൽപ്പാദനം സൃഷ്ടിക്കപ്പെട്ട് ആ ദേശം സമ്പൽ സമൃദ്ധി നേടിയാൽ മാത്രമാണല്ലോ അതിൻ്റെ വികസനം എന്ന ലക്ഷ്യത്തിൻ്റെ തുടക്കം പോലും ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഒരു ചരിത്രം കേരളത്തിൽ കണ്ടെത്തുക അത്രമേൽ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് വേണം കേരളക്കരയുടെ യുദ്ധചരിത്രത്തിലേക്ക് കൂടി നാം കടന്നു ചെല്ലാൻ. കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ അതിവിപുലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിദേശ രാജ്യങ്ങൾ കേരളത്തിൽ കച്ചവടത്തിന് എത്തിയപ്പോഴാണെന്ന് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. ചുരുങ്ങിയ കപ്പലുകളിൽ 100-200 വിദേശ സൈനികർ വന്നിറങ്ങിയപ്പോൾ പോലും കേരളത്തിലെ പ്രബല രാജ്യങ്ങൾ അവർക്ക് അധീനപ്പെട്ട് നിന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ രാജ്യങ്ങളുടെ സൈനിക ശക്തി സത്യത്തിൽ എന്തായിരുന്നു? കേരളത്തിലെ തനത് യോദ്ധാക്കൾ നടത്തിയ യുദ്ധങ്ങൾ എന്തൊക്കെ? യുദ്ധക്രമങ്ങൾ എന്തൊക്കെ? ആധുനിക ലോകത്തിൻ്റെ കണ്ണുകൾക്കപ്പുറം കേരളത്തിൻ്റെ മണ്ണിൽ നടന്നിരുന്ന യുദ്ധങ്ങൾ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടായിരിക്കാം പല വിദേശീയരും കേരളത്തിലെ പടകൾ ഓടിയൊളിച്ചെന്നും അവരുടെ പിന്മാറ്റം നാണം കെട്ടതായിരുന്നു എന്നുമൊക്കെ പറഞ്ഞു വെച്ചത്? കേരള ചരിത്രത്തിലെ യുദ്ധവഴികളെ പറ്റിയാണ് ഏതായാലും ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ എല്ലാത്തിനും ജാതീയമായ ഒരു വേർതിരിവ് സൃഷ്ടിച്ചിരുന്നു എന്ന് പറയുകയുണ്ടായല്ലോ. യുദ്ധവഴികളിലും ആ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ പഴയകാല നൂറ്റാണ്ടുകളിൽ ഏവർക്കും പങ്കെടുക്കാവുന്ന ഒരു തൊഴിലൊന്നുമായിരുന്നില്ല സൈനിക വൃത്തി. സ്വാഭാവികമായും ആയുധ പരിശീലനവും സൈനിക വൃത്തിയുമൊക്കെ ചില ജാതി വൃത്തങ്ങളുടെ അവകാശവും കുലത്തൊഴിലും തന്നെയായിരുന്നു. സിറിയൻ ക്രിസ്ത്യാനികളും ഈഴവ മേഖലകളും പ്രത്യേകിച്ച് അംഗച്ചേവന്മാരൊക്കെ ആയിരുന്ന ഈഴവർ ആയുധ വഴികളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടെങ്കിലും ഇവരുടെ ഒരു സൈനിക ഘടനയൊന്നും നമുക്ക് എവിടെയും കാണാനാവില്ല. സൈന്യമെന്ന നിലയിൽ ഒരു രാജാവിനൊപ്പവും ഇവരെ കണ്ടിട്ടുമില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ വഴികളിൽ പ്രധാനപ്പെട്ട സൈനിക വിഭാഗം നായർ സേനകൾ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്രയധികം പ്രതാപത്തിൽ നിലനിന്നിരുന്ന ഒരു രാജമേഖലയാണ് സാമൂതിരിയുടെ കോഴിക്കോട്. നായർ സേനകൾ എന്ന പോലെ തന്നെ മലബാറിലെ മുഹമ്മദീയരും സൈനിക മേഖലകളിൽ അദ്ദേഹത്തിന് ശക്തി നൽകിയിരുന്നു എന്ന് ഏവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാവിക സംഘട്ടനങ്ങളിലൊക്കെ തന്നെയും. അവിടെയും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലോ നായർ സേനയുടെ ഭാഗമായോ ഒന്നും ഇവരെയും കാണാനാവില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെയും ആശ്രയിച്ചിരുന്നത് നായർ സേനകളെ ആയിരുന്നു എന്ന് പറയാം. അതൊരു വ്യവസ്ഥിതിയുമായിരുന്നു. സത്യത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്കൊക്കെ മുൻപ് ഒരു രാജ്യം കേന്ദ്രീകൃതമായ ഒരു നായർ സേനയെ നിലനിർത്തുന്ന പതിവൊന്നും കേരള ചരിത്രത്തിനെ അവകാശപ്പെടാനാവില്ല. നാട്ടിലെ നായർ തറവാടുകളിൽ നിന്ന് വരുന്നവർ കളരികളിൽ നിന്ന് ആയുധാഭ്യാസം നേടുകയും രാജാവിനാൽ നിശ്ചയിക്കപ്പെട്ട സേനയിൽ യോദ്ധാക്കളായി മാറുകയും ചെയ്യും. എങ്കിലും എല്ലാവരും രാജാവിൻ്റെ സേനയുടെ ഭാഗമാവുകയില്ല എന്നതും സത്യം. വിശപ്പിൻ്റെ മുന്നിലും പദവിയുടെ മുന്നിലും വീർപ്പുമുട്ടി മറ്റ് തൊഴിലുകൾ ചെയ്യുന്നത് അങ്ങേയറ്റം പാപമായി കണ്ടിരുന്ന നായന്മാർ തുറമുഖങ്ങളിൽ വന്നെത്തുന്നവർക്ക്
കാവൽക്കാരായി പോകുന്ന ചരിത്രമൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറയുകയുണ്ടായല്ലോ. അത് മറ്റൊരു വശം. ദേശവാഴിയുടെ തിരഞ്ഞെടുപ്പിൽ സേനയുടെ ഭാഗമായാൽ അവരുടെ കൽപ്പനകളൊക്കെ അനുസരിച്ച് കഴിയേണ്ടവനും യുദ്ധസന്ദർഭങ്ങളിൽ ശമ്പളവും ഭക്ഷണവും ലഭിക്കുന്ന യോദ്ധാവായും മാറുക എന്ന പതിവായിരുന്നു കേരള ചരിത്രത്തിൽ പൊതുവെ നായർ സേനകൾക്ക് ഉണ്ടായിരുന്നത്. നായർ തറവാടുകളിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും മറ്റു തൊഴിലുകൾ കുറച്ചിലാണെന്ന പൊതുധാരണയിൽ ചെറുപ്പം മുതലേ കളരികളിൽ കായികാഭ്യാസവും ആയുധാഭ്യാസവും പരിശീലിച്ച് മെയ്വഴക്കവും കൈത്തഴക്കവും വരുത്തിയിരുന്ന യോദ്ധാക്കൾ തന്നെയായിരുന്നു. ഇവരൊക്കെ തന്നെയും ഒറ്റയൊറ്റയായി നോക്കുമ്പോൾ മികച്ച യോദ്ധാക്കൾ തന്നെയായിരുന്നു എന്ന് പറയാമെങ്കിലും ഒരു സൈന്യം എന്ന നിലയിലേക്ക് പറയുമ്പോൾ തീർത്തും പരാജിതമായ ഒരു സ്ഥിതിവിശേഷമാണ് നായർ സേനകൾക്ക് ചരിത്രത്തിൽ പറയാനുള്ളത്. മാർത്താണ്ഡവർമ്മയ്ക്കപ്പുറം കേന്ദ്രീകൃതമായ ഒരു സൈന്യത്തെ സൃഷ്ടിച്ചു എന്ന് പറയുകയുണ്ടായല്ലോ. യൂറോപ്യൻ സൈനിക പരിശീലനവും യൂണിഫോമും നല്ല ആയുധങ്ങളുമൊക്കെ നൽകപ്പെട്ട് സ്ഥിര സൈന്യമായി മാറിയതിനപ്പുറവും വിദേശീയരുമായുള്ള സൈനിക സംഘടനകളിലെല്ലാം തന്നെ നായർ പട്ടാളങ്ങൾ പിന്തിരിഞ്ഞ് ഓടിയതായാണ് ചരിത്രത്തിൽ പലരും പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിനിപ്പുറം ഏതാണ്ട് 50 വർഷമെങ്കിലും തിരുവിതാംകൂറിൽ നായർ പട്ടാളം സ്ഥിര സൈന്യമായി നിലനിന്നിരുന്നല്ലോ. കേരളത്തിലെ നായർ പട്ടാളം അവസാനമായി ഇടപെട്ട യുദ്ധം വേലുത്തമ്പി ദളവയുടെ കലാപമായിരുന്നു എന്ന് പറയാം. 1808 ഈ അധ്യായത്തിനപ്പുറം നായർ പട്ടാളങ്ങൾ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാവുന്ന അവസ്ഥാവിശേഷം ഉടലെടുക്കുകയുണ്ടായി. വേലുത്തമ്പി ദളവയുടെ നായർ സേന ബ്രിട്ടീഷുകാരുമായി ഒന്ന് പൊരുതിപ്പോലും നോക്കാതെ പിന്തിരിഞ്ഞു എന്നാണ് പൊതുവെ പറയുന്നത്. അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ നയിച്ച കേണൽ വെൽഷ് ആ യുദ്ധത്തെ വിലയിരുത്തിയത് അവരുടെ അവസാന യുദ്ധം അത്രയും നാണം കെട്ടതായിരുന്നു എന്ന നിലയിലാണ്. യൂണിഫോം ധരിച്ചിട്ടും നല്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നിട്ടും യുദ്ധമേഖല എന്നത് അവർക്ക് അനുകൂലമുള്ള ഭൂപ്രകൃതി ആയിരുന്നിട്ടും ഇത്രത്തോളം ഭീരുത്വം കാണിച്ച ഒരു പടയെ കണ്ടിട്ടില്ലെന്നും യോദ്ധാക്കൾ എന്ന വിശേഷണത്തിന് അവർ അർഹരല്ല എന്നും വെൽഷ് പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇതിനു മുന്നേ തിരുവിതാംകൂറിനെ മൈസൂർ സേന ആക്രമിച്ചപ്പോഴും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. 1790 നെടുങ്കോട്ട സംരക്ഷിക്കാൻ നിന്ന രാജാ കേശവദാസന്റെ നായർ സൈന്യവും മൈസൂർ സേന നെടുങ്കോട്ട ഭേദിച്ചപ്പോൾ ചിതറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയുണ്ടായതായി പറയുന്നുണ്ട്. സർദാർ KM പണിക്കരുടെ നിരീക്ഷണങ്ങളിൽ മൈസൂർ സേനയ്ക്ക് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ലെന്നും ആദ്യ സമയങ്ങളിൽ കാണിച്ചിരുന്ന ധീരതയുടെ സ്ഥാനത്ത് ഭീരുത്വം പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട്. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ വക്താവായി അവിടെയുണ്ടായിരുന്ന മീ പൗണി ഈ ഒരു സന്ദർഭത്തെപ്പറ്റി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരോട്ടം എവിടെയും ഉണ്ടായി കാണില്ല എന്ന നിലയിലാണ്. തികഞ്ഞ അഭ്യാസികൾ എന്നിരിക്കെ തന്നെയും സൈന്യം എന്ന നിലയിൽ ഒരുമിച്ച് തന്ത്രങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ഒത്തൊരുമയിൽ ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ നായർ പട്ടാളങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇവയൊക്കെ. അംഗബലം അധികമായിരുന്നിട്ടും വിദേശീയർക്ക് മുന്നിൽ തിരുവിതാംകൂറൊക്കെ മൈസൂരുവിനെ തടയാൻ താണുകേണ അപേക്ഷിച്ചതും ഇതുകൊണ്ടൊക്കെ തന്നെ. കേരളത്തിലേക്ക് മൈസൂർ പടയുടെ വരവിന് കാരണമായ പാലക്കാട് രാജാവിനെ ആക്രമിച്ച സാമൂതിരിപ്പടയുടെ ഭാഗത്തും ഇതേ ചരിത്രം നമുക്ക് കാണാനാവും. പാലക്കാട് രാജാവിൻ്റെ നായർ സേനയെ ആക്രമിച്ച് തകർത്തിരുന്ന സാമൂതിരിയുടെ നായർപ്പട മുഗ്ദുമലയുടെ 4000 വരുന്ന ഒരു സൈന്യം രംഗത്തെത്തിയപ്പോൾ പിന്തിരിഞ്ഞോടിയതും മൈസൂർ സേന പിന്തുടരുന്നത് കണ്ടപ്പോൾ കപ്പം വാഗ്ദാനം ചെയ്ത് പ്രശ്നം പരിഹരിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1766 ഹൈദരലിയുടെ സേന പുഴ കടക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയ ഒരു പ്രതിരോധമൊഴിച്ചാൽ നായർ യോദ്ധാക്കൾ സൈന്യമായി മൈസൂർ സേനയോട് യുദ്ധം ചെയ്ത ഒരു സന്ദർഭം കണ്ടെത്തുക പോലും ബുദ്ധിമുട്ടായിരിക്കും. അതായത് അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കപ്പുറം സംഘടിതമായ ഒരു യുദ്ധ സ്വഭാവം എവിടെയും കാണാനാവുന്നില്ല. ഈ പറഞ്ഞതൊക്കെ തന്നെയും വിദേശ ശക്തികൾ കേരളത്തിലും സമീപദേശങ്ങളിലും ഒരു ശക്തിയായി മാറിയതിനു ശേഷമുള്ള കാര്യങ്ങളാണല്ലോ. ഇതിനും നൂറ്റാണ്ടുകൾ മുന്നേ, അതായത് വിദേശീയ ശക്തികൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാവുന്നതിനു മുന്നേ കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പോർച്ചുഗീസുകാരൊക്കെ കേരളത്തിൽ വരുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നത് സാമൂതിരിയാണെന്ന് കാണാം. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഒരു മഹായുദ്ധം കേരളത്തിലെ രാജാക്കന്മാർ തമ്മിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. പക്ഷേ അപ്പോഴും 1503 കാലത്തെ സാമൂതിരിയുടെ കൊച്ചി ആക്രമണം ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു വലിയ യുദ്ധമായി നിലകൊള്ളുന്നുണ്ടല്ലോ. പോർച്ചുഗീസുകാരോടും അവരുടെ സഖ്യത്തിലായിരുന്ന കൊച്ചി രാജാവിനോടുമുള്ള അമർഷത്തിലാണല്ലോ സാമൂതിരിയുടെ പട കൊച്ചിക്ക് നേരെ ആക്രമണം ആരംഭിക്കുന്നത്. പല എഴുത്തുകളിലും
സാമൂതിരിപ്പട 50,000 എന്നാണ് പറയുന്നത്. ഏതാണ്ട് 5 മാസക്കാലം നീണ്ടുനിന്ന ഈ യുദ്ധം കേവലം 111 പേർ മാത്രമുള്ള ഒരു പോർച്ചുഗീസ് സംഘവും സഹായത്തിന് 500ഓളം വരുന്ന നായർ പടയും ചേർന്ന് പച്ചീക്കോ എന്ന പോർച്ചുഗീസ് ക്യാപ്റ്റൻ സാമൂതിരി സേനയുടെ 5 മാസത്തോളം നീണ്ട ആക്രമണങ്ങളെ തോൽപ്പിച്ചു പിന്തിരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ യുദ്ധമേഖലകളിലെ അവസ്ഥയും സൈനിക ശക്തിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യുദ്ധത്തിലും 5 മാസങ്ങൾക്കപ്പുറം മഴയും കെടുതിയും രോഗങ്ങളും വരികയും സാമൂതിരി സേനയ്ക്ക് 13,000-ലധികം ആളുകൾ മരിച്ചെന്നും അതിനപ്പുറം സാമൂതിരിപ്പാടിന് തിരിച്ചു പോവേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ രാജാക്കന്മാരുടെ സൈനിക ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 111 പേർ മാത്രമുള്ള ഒരു പോർച്ചുഗീസ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി മേഖല 50,000 എന്ന് പറയുന്ന ഒരു വലിയ കോഴിക്കോട് പടയെ തടഞ്ഞു നിർത്തിയെങ്കിൽ അത് കേരളത്തിലെ യുദ്ധചരിത്രത്തെപ്പറ്റി കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുരാതന കേരളത്തിലെ യുദ്ധ സമ്പ്രദായങ്ങൾ എന്നത് കൃത്യമായ യുദ്ധങ്ങളല്ലെന്നും സംഘട്ടനങ്ങൾ മാത്രമെന്നും പത്മനാഭ മേനോനടക്കം ചരിത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് സൈന്യമെന്നും യുദ്ധമെന്നുമുള്ള വാക്കുകൾക്കപ്പുറം മരണം പരമാവധി കുറച്ചിരുന്ന ചെറിയ സംഘട്ടനങ്ങൾ മാത്രമായിരുന്നു അവയൊക്കെ എന്ന് പറയാം. പല യുദ്ധങ്ങളിലും 10-20 പേർ മരിച്ചാൽ യുദ്ധം നിർത്തിവെക്കുന്ന സന്ദർഭമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ യുദ്ധമേഖലയിൽ ശവശരീരങ്ങൾ കിടക്കുന്നത് തെറ്റായി കണ്ടിരുന്നതും അവ അവിടെ നിന്ന് എടുത്തു മാറ്റുക എന്നത് ചടങ്ങായി കണ്ടിരുന്നതും കേരളത്തിലെ ചരിത്ര വഴികളിൽ തന്നെയുണ്ട്.